കൊല്ലൂർ യാത്രയെപ്പറ്റിയാണ് മൂകാംബിക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസം ജനുവരി 1-ാം തീയതി ദേവി ദർശിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ക്ഷേത്രങ്ങൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി, ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി. 3-ാം ദിവസം അടുത്ത ദിവസം നേരെ കൊല്ലൂർ മൂകാംബിക. അപ്പോൾ അതൊരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 12:45 രാത്രി 12:45 സമയത്ത് 11:45 കറക്റ്റായിട്ട് ദേവിയുടെ നടയിൽ എത്താൻ പറ്റി. അവിടെ കുറച്ച് നേരം ഇരുന്നു. ബാക്ക് സൈഡിലുള്ള ഒരു ഡാൻസ് കളിക്കുന്ന സ്ഥലത്ത് കുറച്ച് സമയം അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിലാദ്യമായിട്ട് ഇങ്ങനൊരു 3 ക്ഷേത്രങ്ങളിലും ഓരോ ദിവസങ്ങളിലായിട്ട് ദർശനം നടത്താൻ പറ്റിയത് വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ തിരക്ക് ഉണ്ടായിരുന്നു, നല്ലോണം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് സമാധാനത്തോടെയിട്ട് തൊഴാനും ധ്യാനം ചെയ്യാനാണെന്ന് പോകണമെന്നുണ്ടെങ്കിൽ തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിൽ പോകാൻ ശ്രമിക്കാം. കാരണം ശനി ഞായർ പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോളിഡേയ്സ് ഒക്കെ വരുന്നുണ്ടോ അവിടെ ആ സമയത്ത് എല്ലാം മലയാളികളും മുഴുവൻ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലുകാരൻ പ്രത്യേകം ഇങ്ങനെ പറഞ്ഞു, അവിടെ റൂം കിട്ടാഞ്ഞിട്ട് ഞങ്ങൾ ഒരു സൈറ്റിൽ കയറിയിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റൂമുണ്ട്, അതാണ് എടുക്കേണ്ടത്, വലിയ എമൗണ്ട് കൊടുത്ത് എടുക്കേണ്ടത്. കാരണം അവിടെ റൂം ഉണ്ടായിരുന്നില്ല, എല്ലാ റൂം ഫുള്ളായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഹോട്ടൽസും ഒക്കെ പെടായിരുന്നു. 10 ദിവസങ്ങളിൽ പരമാവധി നമ്മൾ പോകാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഹോട്ടലൊക്കെ നേരത്തെ ബുക്ക് ചെയ്യുക. തൊഴാനായിട്ട് ഇപ്പോൾ അത്ര വലിയ തിക്കും തിരക്കൊന്നും അവിടെ ഇല്ല മീൻസ് നമുക്ക് സ്പെഷ്യൽ ദർശനം ഉണ്ടല്ലോ, 100 രൂപ ടിക്കറ്റ് ഉണ്ട്, 500 രൂപ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് തൊഴാൻ പറ്റും. ക്യൂ ഉണ്ട്, നല്ല ക്യൂ ഉണ്ട്. എന്നാലും നമുക്ക് മടുപ്പ് തോന്നില്ല. കാരണം ക്യൂവിൽ നിന്നാലും ദേവിയുടെ അടുത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. ദേവിയുടെ കോമ്പൗണ്ടിനകത്ത് നമ്മൾ നിൽക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ക്യൂവിൽ നിന്നിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നില്ല. അത് അവിടുത്തെ പ്രത്യേകത. അത് അവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയി കുറേ കഴിയുമ്പോൾ ബോറടിക്കാൻ തോന്നി. പക്ഷേ കൊല്ലൂർ മൂകാംബികയിൽ നമ്മൾ ക്യൂവിൽ നിന്നാൽ പോലും നമുക്കൊരു ആ ഫീൽ ചെയ്യാൻ പറ്റും, ആ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അങ്ങനെ തോന്നിയേക്കുന്നത് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിനും ഇതുപോലെ തന്നെയാണ്. അവിടെ ആ ഏരിയ മൊത്തം ആ ഗുരുവായൂരപ്പൻ്റെ ഒരു എനർജി ഉണ്ട്. പിന്നെ അവിടെയാണ് എനിക്ക് തോന്നിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ പോയി തൊഴുതു, കുറേ സമയം അവിടെ ഇരിക്കാൻ പറ്റി. അവിടെ വീരഭദ്രസ്വാമിയുടെ അടുത്ത് നാളികേരം മുട്ടി. അപ്പോൾ എനിക്ക് കുറച്ച് ചെറിയ എനർജി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കാരണം ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വർക്ക് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ സോളർ റിലീസും ബാധാ റിലീസൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറത്താണ്. അപ്പോൾ ഞാനൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. ദേവിയുടെ ഒരു സാന്നിധ്യവും സഹായം ഉള്ളതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അത് ഓവർലോഡ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. എനിക്കിപ്പോൾ അത് പറയുന്നതിന് വരെ മടിയൊന്നുള്ള ആളല്ല. ഞാൻ ഓപ്പണായിട്ടുള്ള മനുഷ്യനാണ്, ഉള്ളതേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി വന്ന് പിന്നെ നമ്മൾ വർക്ക് ഇന്നലെ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്നും കൂടി നമ്മൾ ഒരു 3 വർക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കുകയാണ്. കാരണം ഓവർലോഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വർക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ സോളർ റിലീസും ബാധാ റിലീസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് കുറച്ചൊന്ന് സ്ലോ ചെയ്തിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ഞാൻ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് മുമ്പ്, വീഡിയോ കാണാത്ത ആൾക്കാരായിരിക്കും വിളിക്കുന്നത്. ഫോണിലേക്ക് ഞാൻ ഒരു നമ്പറാണ് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ ആ നമ്പറിൽ തന്നെയാണ് നമ്മൾ വാട്സാപ്പ് കോളിലാണ് സെഷൻസ് ചെയ്യണത്. ചിലപ്പോൾ 1 മണിക്കൂർ ഉണ്ടാവും, 1.5-2 മണിക്കൂർ വരെയൊക്കെ ഇരിക്കാറുണ്ട്. ചില ആൾക്കാരുടെ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ കുറേ സമയം ഇരിക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങളിങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ വീണ്ടും വിളിക്കരുത് പ്ലീസ്, ദയവേത്. കാരണം നമ്മുടെ ആ ഒരു പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന പരിപാടിയാണത്. അപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ കട്ട് ചെയ്താൽ നിങ്ങൾ എന്നെ വിളിക്കാതിരിക്കുക. നിങ്ങളൊരു ആഫ്റ്റർ 1 അവർ 1 മണിക്കൂർ ശേഷം ഒന്ന് വിളിച്ച് നോക്കുക. ഞാൻ സെഷനിൽ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കും. ഞാൻ എല്ലാവരും ഫോൺ എടുക്കാറുണ്ട് പരമാവധി. പക്ഷേ കുറച്ച് ഫോണുകൾ എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട്. കാരണം അത്രയധികം ആൾക്കാർ വിളിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു വിഷമമില്ല, നിങ്ങൾ നേരെ വാട്സാപ്പിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ ജസ്റ്റ് ഷോർട്ടായിട്ട് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയ ഓഡിയോ ക്ലിപ്പ് ഇട്ടാലും എനിക്ക് വിരോധമില്ല. സമയം പോലെ ഞാൻ കേൾക്കാം. കാരണം ഇത് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. വൈകുന്നേരം വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത് കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. കാരണം എൻ്റെ എനർജി ഭയങ്കര പ്രശ്നമായിരിക്കും. ഞാൻ പിന്നെ റിലീസ് ചെയ്ത് കളഞ്ഞ് ക്ലിയറാക്കി
എൻ്റെ ബോഡിയെയും എൻ്റെ ചക്രാസിനെയൊക്കെ ഞാൻ ക്ലിയർ ചെയ്യേണ്ട ഒരു പണി കൂടെ ഉണ്ട്, വലിയൊരു പണിയാണ്. അതുകൂടാതാണ് ഈ വീഡിയോ എടുത്തത്. ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല, കാരണം അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സഹായിക്കണം. പതുക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമയോടിട്ടിരിക്കുക. ചെയ്യാനുള്ള ആൾക്കാർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വലുതാണ് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഒരാളുടെ പ്രശ്നമാണ്. ഞാൻ ഇത്രയും ആളുകളുടെ ചെയ്യുമ്പോൾ എനിക്ക് വരുന്നതായ ഹെവി ലോഡ്, എനർജിയുടെ പ്രശ്നം, കർമാസിൻ്റെ പ്രശ്നം, അതും കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു ശ്വാസം എടുക്കാനുള്ള സമയം എനിക്ക് തന്നെ പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അത് എന്നോട് ദൈവം അങ്ങനെ ഒരു സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തു തുടങ്ങിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാനത് ചെയ്യും. പക്ഷേ നിങ്ങളൊന്ന് സഹായിക്കണം. വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക മാക്സിമം. പിന്നെ മറുപടി നിങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ വിചാരിച്ചോളണം എനിക്ക് തിരക്കായതുകൊണ്ടാണെന്ന്. വീണ്ടും ഒരു ഹായ് അയക്കാം. ഒരു നെക്സ്റ്റ് ഡേയിലോ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ ഒരു ഹായ് ഇടുക. അപ്പോൾ ഹായ് ഇടുമ്പോൾ നമുക്ക് വാട്സാപ്പിൽ ഇത് കാണാൻ സാധിക്കും. മെസ്സേജ് മുകളിൽ വന്ന് എടുക്കും. അതല്ലെങ്കിൽ 100 കണക്കിന് മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ ഈ നിങ്ങളയക്കുന്ന മെസ്സേജ് താഴേക്ക് പോകും. മുകളിൽ നിന്നുള്ള മെസ്സേജ് ആയിരിക്കും നമ്മൾ കാണുക. അപ്പോൾ അതുകൊണ്ട് 2 ഡേയ്സിനുള്ളിൽ ഞാൻ റിപ്ലൈ വന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. പിന്നെ ആളുകൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ, ആ നൂല് കെട്ടിയതിനെ പറ്റി ഉള്ള വീഡിയോസിൽ ഒരുപാട് പേര് കണ്ട്. സന്തോഷം. അത് 1-2 പേര് ചെറിയ നെഗറ്റീവ് എൻ്റെ കിട്ടാൻ ഞാൻ കണ്ടായിരുന്നു. ഞാൻ കാര്യമൊക്കെയല്ല, കാരണം ഇതൊരു ജെന്യൂനായിട്ടുള്ള എക്സ്പീരിയൻസാണ്. അങ്ങനെ ഒരു കൃത്രിമമായിട്ടൊരു സാധനം ചെയ്യേണ്ട ആവശ്യം എന്നെ അറിയുന്നവർക്കറിയാം. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എൻ്റെ ആവശ്യമില്ല എനിക്ക്. അതൊരു പരസ്യമാക്കി മാറ്റി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. കാരണം ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. നല്ലൊരു സാമ്പത്തിക ശേഷി എൻ്റെ കുടുംബത്തിലുണ്ട്. ഞങ്ങളുടെ ഫാമിലിയായിട്ട് തന്നെ ബിസിനസ്സുകാരാണ്. അപ്പോൾ ഇത് ചെയ്ത് പൈസ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ദക്ഷിണ മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും പൈസ വാങ്ങലില്ലെന്ന്. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ കർമാസം എടുത്ത് എൻ്റെ തലയിലോട്ട് കയറ്റാനായിട്ട് എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് പൈസ മേടിക്കുന്നത്. പൈസ മേടിച്ചില്ലെങ്കിൽ എനിക്കല്ല കിട്ടുക ബുദ്ധിമുട്ട്, എൻ്റെ കുട്ടികൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കായിരിക്കും കിട്ടുക. ഞാൻ മുഖാന്തരം അവർക്ക് ദുരിതം ഉണ്ടാക്കി വെക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യമില്ല. പലർക്കും പറ്റാറുണ്ട് ഇങ്ങനെ. സാമൂഹ്യ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലർക്ക് ധാരണയുണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫ്രീ സർവീസാണെന്നുള്ളത്. ഫ്രീ സർവീസ് എന്ന് പറയുമ്പോൾ അതങ്ങനെയാണെന്നുള്ളൊരു ധാരണയാണ് പലർക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ എത്രത്തോളം സ്വാർത്ഥന്മാരാണ്. നിങ്ങളുടെ കർമാസ് നിങ്ങളുടെ മാത്രമാണ്. നിങ്ങൾ ചെയ്യുന്നതായ ഓരോ മോശം പ്രവൃത്തികളെല്ലാം നിങ്ങൾ കർമ്മമായിട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലായിട്ടുള്ള അത് നിങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളുടെ മാത്രം കർമ്മയാണ്. അത് വേറെ ആൾ ഫ്രീ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞതല്ലോ. ഒരിക്കലും ഒരു സാമാന്യ മര്യാദയില്ലാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഫ്രീ ആയിട്ടുള്ള സർവീസ് ഞാൻ ചെയ്യത്തില്ല. അത് ദൈവം എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊരു 2 വർഷം മുന്നേ, അതായത് ഈ ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ട് ഇപ്പോൾ ഒരു 9 മാസമൊക്കെ ആയിട്ടുണ്ട്. അതിന് 2 വർഷം മുന്നേ ഞാൻ ഈ പരിപാടി നിർത്തിയതാണ്. ഞാൻ 25 വർഷമായിട്ട് ഹീലറാണ്. കാരണം എനിക്ക് സ്ഥായിയായിട്ട് എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം, എപ്പോഴും വയറിൻ്റെ പ്രശ്നമായിരിക്കും, കഴുത്തിന് എപ്പോഴും വേദനയായിരിക്കും. അപ്പോൾ ഓരോരോ നമുക്ക് വരേണ്ടതായ കാര്യങ്ങളൊന്നും വരാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിയുന്നൊരു സമയമുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്ന സമയമുണ്ട്. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ ഹീലിംഗ് പരിപാടിയൊക്കെ നിർത്തി. പിന്നീട് ഞാനതൊന്ന് വേണ്ടെന്ന് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു സാധനം ദേവിയുടെ ഒരു സ്വപ്നത്തിലൊരു നിയോഗം പോലെ, ഒരു ദർശനം പോലെ, എന്താ പറയുക വാക്ക് എനിക്ക് അറിഞ്ഞൂടാ. അതെങ്ങനെയാണ് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ സംഭവം വന്നു രാത്രി 2:30 മണിയായപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് എന്നോട് ദേവി പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആളുകൾ കുറേ ആളുകൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുണ്ട്, നിൻ്റെ നിയോഗമാണ് ഈ ലൈഫിൽ, പൈസ മേടിച്ചിട്ട് നീ അത് ചെയ്യണം, ഫ്രീ ആയിട്ട് അതൊക്കെ ചെയ്യരുത് എന്നും പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരുപാട് പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചുണ്ടാക്കിയ ഒരു കഴിവല്ല, അത് ദേവി തന്നെ തന്നേക്കുന്ന ഒരു കഴിവാണ്. ഇത് കാണുന്ന വീഡിയോ കാണുന്ന കുറേ പേർക്ക് അറിയാൻ പറ്റും എൻ്റെ അടുത്ത് വന്നേക്കണ ക്ലയൻസ് എത്രത്തോളം ഞാൻ പറയുന്നത് സത്യങ്ങളുണ്ടെന്നുള്ളത്. പിന്നെ ഇതിനകത്ത് കമൻറ്റുകളാരും ഇടാത്തതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ പ്രൈവസി നിങ്ങൾ പുറത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കമൻസ് കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ഉണ്ടാവില്ല. കാരണം ആളിടില്ല, ഇടണമെന്ന് ഞാൻ ആരും പറയുകയും ചെയ്തു. കാരണം അവരുടെ സ്വന്തം കാര്യങ്ങളാണ്, വ്യക്തിപരമായ കാര്യങ്ങളാണ്, മറ്റുള്ളവർ കേൾക്കാനായിട്ട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഒരു വിശിഷ്ടമായൊരു പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദേവിയാണ് ചെയ്യുന്നത്, ഞാനല്ല കേട്ടോ. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. വീഡിയോ കാണുന്ന ആൾക്കാർ, ഇതൊരു കമേഴ്സ്യൽ
ചാനലേ അല്ല. ഇത് ജെന്യൂൻ ആയിട്ടുള്ള ചാനലാണ്, ജെന്യൂൻ ആയിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. ഉള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇല്ലാത്തതൊന്നും ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് പറയാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കണില്ല, അങ്ങനെ ചെയ്യുകയില്ല. അപ്പോൾ കൊല്ലൂർ മൂകാംബികയുടെ അനുഗ്രഹം കിട്ടി മടങ്ങി വന്നു. ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇപ്പോൾ വരുന്നത് എല്ലാവരും ഈ സോൾ റിലീസ് പ്രോഗ്രാമുകളാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നല്ല ക്ഷീണം. ഇന്നലെ ഇന്നും ചെയ്തു, കുറച്ച് ക്ഷീണം പറ്റി, കുറച്ച് ക്ഷീണമുണ്ട്. ഇപ്പോൾ കുറച്ച് ക്ഷീണത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയും പ്രശ്നമുള്ളൊരു സാധനമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവം നിങ്ങളെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ ദുരിതങ്ങൾ, എനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ അവഗണിക്കാൻ വെച്ചുകൊണ്ട് ആണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ദേവിയുടെ ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതെല്ലാവരും മനസ്സിലാക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.